ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി കുഞ്ഞമത്തി പീര വറ്റിക്കുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഞാനൊരു മത്തി പീര വറ്റിക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ല, ഇത് അമ്മയുടെ ഒരു നാടൻ രീതിയിലുള്ള മീൻ പീരയാണ് കേട്ടോ. കുഞ്ഞമത്തി പീര. അതോ കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ മുറിച്ച് വെച്ച് ബാക്കിയെടുത്ത് ഞങ്ങൾ ഈ പൂച്ചയ്ക്ക് പീര വറ്റിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് കുറച്ച് മത്തി നല്ല വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇത് ചേർക്കാൻ വേണ്ടി ഒരു ചെറിയ മുറി തേങ്ങ അതിൻ്റെ കുറച്ച് പകുതിയും കൂടി നമ്മൾ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങയാണ് ഇതിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ എടുക്കുന്നുണ്ട്. മാങ്ങ ഇട്ടിട്ടാണ് പീര വറ്റിക്കുന്നത്. ഒരു മാങ്ങ എടുത്ത് വെച്ചിരിക്കുന്നു. പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മാങ്ങ കേട്ടോ, ചെറിയ മാങ്ങയാണ്. അത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതല്ല, ഒരു മാങ്ങ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ ഇട്ടാണ് മത്തി പീര വറ്റിക്കുന്നത്. ഇനിയിപ്പോൾ പച്ചമുളക് തരണത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം നന്നായി തുടച്ചിട്ടാണ് അതിൽ വെച്ച് അരിഞ്ഞെടുക്കുക. ചെറിയ ഉള്ളി 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ചെറിയ ഉള്ളി. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് അരിഞ്ഞിടുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. അതിനകത്തോട്ട് ആ പച്ചമുളകും വാരിയിട്ട് ഇനി എന്താ ഇടാൻ പോകുന്നത്? ഇനി തേങ്ങായും കൂടി ഇടാൻ പോകും അതിനകത്തോട്ട്. തേങ്ങയിട്ട് പിന്നെ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇവിടെ കുറച്ച് എടുത്തോളാം മഞ്ഞൾപ്പൊടി. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കട്ട് പോലെ ഉണ്ടാവും. പിന്നെ ഉലുവപ്പൊടി ഇടുന്നുണ്ട്. ഇവിടെ ചെറിയ സ്പൂൺ ഇടുന്നുണ്ട്. ഉലുവയൊക്കെ അധികമായി കഴിച്ചു പോകുന്ന സാധനമാണ്. ഉലുവ നമ്മൾ കാച്ചി ഒഴിക്കുന്നത് വേറെ തന്നെ ഇതാണ്. പക്ഷേ ഉലുവ പൊടിച്ചിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വന്നത്. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. രണ്ട് സ്പൂൺ, വലിയ സ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട്. മുളക് പൊടി എടുക്കാൻ എടുക്കും. മുളക് പൊടി എടുക്കുകയാണ്. വലിയ ഒരു സ്പൂണിട്ട്. മുളകുപൊടിയൊക്കെ തീർന്നു. 2 സ്പൂൺ. അതേപോലെ വലിയ 2 സ്പൂൺ ഇട്ടേക്കുന്നു. നമ്മൾ കറിക്ക് ചാറായിട്ട് വെക്കുന്ന അത്ര മുളക് പൊടി ഇടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മൾ അരച്ചെടുക്കും. നല്ലോണം അരക്കില്ല, ഒരുമാതിരി ചതച്ച രീതിയിലെടുക്കും. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോകും. അധികം അരക്കരുത്. ഒരു മൺചട്ടി കഴുകിക്കൊണ്ടുവന്ന് അതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുത്ത്, മാങ്ങ അത്യാവശ്യം വലിയ കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്ത് തേങ്ങയുടെ അരപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2-3 ചുവന്നുള്ളി, പച്ചമുളക്, തേങ്ങ കൂടി ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി,
എല്ലാം കൂടി ഇട്ട് ചതച്ചതാണ്. ഞാൻ മിക്സിയുടെ ജാറും കൂടി കഴുകി ഒഴിക്കും ഇതിനകത്തോട്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. കാരണം ഇത് വെന്ത് വെറ്റി വരുമ്പോൾ ഇല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി പോകും. ഭാഗമുണ്ടോ? ഒരു പീര പോലെ കിടക്കും തേങ്ങ, അങ്ങനെയാണ് ചതച്ചെടുക്കേണ്ടത്. അധികം അരഞ്ഞ് പോരാ. അധികം അരഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കൊള്ളില്ല. അല്ലാതെ സാധാരണ മീൻ കറിയായി പോകും. അടപ്പടച്ച് നമ്മുടെ ഗ്യാസ് ഓണാക്കുകയാണ്. ചട്ടി കലക്കിയ അരപ്പ് എല്ലാം എടുത്ത് അടപ്പ് വെച്ച് കത്തിക്കുകയാണ്. മീൻ നമ്മൾ ഇട്ടിട്ടില്ല. മീൻ ഇവിടെ ചട്ടിക്കകത്ത് തന്നെ കിടക്കുക. മീൻ നന്നായിട്ട് അതൊന്ന് തിളയ്ക്കണം. അരപ്പ് നന്നായി തിളച്ച് വെന്തതിന് ശേഷം മാത്രമാണ് മീൻ ഇടുക. അതിന് മുമ്പിൽ നമ്മൾ മീനിട്ടില്ല. അതിന് മുമ്പിൽ മീനിട്ട് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ വരുമ്പോഴേക്ക് മീനങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഈ തിളച്ചോ നോക്കുന്നുണ്ട്. തിളച്ചിട്ടില്ല സംഭവം. കറിവേപ്പിലിടാനുള്ള നോക്കുന്നത്. കറി തിളയ്ക്കാത്തതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ കറിക്കകത്ത് ഇട്ട് കൊടുക്കും കറിവേപ്പില. പല രീതിയിലിടുന്നവരുണ്ട്. കറി കറക്കുമ്പം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കറി തിളച്ച് വേവാനാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഇവിടെ അമ്മ ഇങ്ങനെ പല രീതികളിലൊക്കെ ഇട്ട് കറി തിളച്ചോ നോക്കുമ്പോൾ തിളച്ചിട്ടില്ല. തിളച്ചോ നോക്കാൻ പോവാ. പിന്നെ തിള ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ തിള ഇങ്ങനെ വരുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ കൂടെ തിള വന്നു. കറിവേപ്പില ഇട്ടാ ഇത് നമ്മുടെ കറിയുടെ അരപ്പൊക്കെ തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ അമ്മ മാങ്ങ വെന്തോന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് മീനിട്ട് കൊടുക്കുകയുള്ളൂ. തിളച്ച് വരുന്ന കാണുന്നുള്ളൂ. നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മത്തിയുടെ ചട്ടിയിലേക്ക് വീഴാൻ പോവുകയാണ്. എന്താ ചട്ടിയിലേക്ക് മീനിട്ട് കൊടുത്തു. ഏകദേശം നമ്മുടെ കറിയിലിട്ട സാധനങ്ങളൊക്കെ വെന്തതിന് ശേഷമാണ് മത്തി ചേർത്ത് കൊടുക്കുന്നത്. നല്ല മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. മീനുകൾ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം വെള്ളമൊക്കെ കഴിഞ്ഞൊരു അളവിലായിട്ടുണ്ട്. അതായത് നമ്മുടെ മീൻ ഇങ്ങനെ വെന്ത് വരുവാണ് കേട്ടോ. മീൻ വെന്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഒന്നും പറ്റിക്കത്തില്ല. പറ്റി വെള്ളം വേണം. കുറച്ച് വെള്ളത്തോടെ വേണം. മാങ്ങ ഇട്ടുകൊണ്ട് അങ്ങനെ തിന്നുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല. വേറെ കറിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തോടെ തന്നെയാണ് വെക്കുന്നത്.
മാങ്ങയിടുമ്പോൾ അതിനൊരു പ്രത്യേകതരം പുളിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് എന്നാണ് അമ്മ പറയുന്നത്. ഉപ്പ് കുറവാന്ന് തോന്നുന്നു, അപ്പോൾ ഇച്ചിരി കൂടി ഉപ്പിടുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. കാരണം അത് വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് ഏതൊരു കറിക്കായാലും അങ്ങനെ തന്നെയാണ്. അല്ല പിന്നെ അടച്ച് നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ മത്തി അടിപൊളി ടേസ്റ്റ്, നല്ല മണമൊക്കെ വരട്ടെ പ്ലീസ്. നിങ്ങൾ നോക്കി ഇതാക്കണ്ട, മത്തി കണ്ടത് ഉടഞ്ഞിട്ടൊന്നുമില്ല, അല്ലാതെ കണ്ടിരുന്നത് ഇതാക്കണ്ട, അത് പറക്കി തിന്നാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. മാങ്ങയും കണ്ടത്, മാങ്ങ ഉടഞ്ഞിട്ടില്ലേ? അങ്ങനെ എല്ലാം എന്താ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ വളർന്ന് നന്നായിട്ട് കഴിക്കാം. കുറച്ച് വെള്ളത്തോടെ വെക്കണം, അപ്പോഴാണ് ടേസ്റ്റ് അത്. കാരണം മാങ്ങയൊക്കെ ഒന്നാണ്, ഇല്ലെങ്കിൽ നമുക്ക് നന്നായി വെള്ളം പറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയിട്ട മത്തിപ്പീര അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. മതി മതി, ഇറക്കിയരാ. ആ കറി ഇറക്കി വെക്കാൻ പോവാം. അങ്ങനെ ഓഫായിരിക്കുന്നു. അങ്ങനെ നമ്മൾ കറി നല്ല ബന്ധു കിട്ടി, അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.